ഭർത്താവിൽ നിന്ന് ഉദ്ദേശിച്ച സുഖം കിട്ടാതെ വന്നപ്പോൾ ക്ലബ്ബിൽ പോയി മറ്റൊരുത്തനുമായിട്ട് ബന്ധപ്പെടുന്ന നായിക. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2022 പുറത്തിറങ്ങിയ സെവന്ത് സീക്രട്ട് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മെരീസ എന്ന് പറഞ്ഞൊരു പെണ്ണും അതുപോലെ തന്നെ ആ സിറ്റിയിലെ തന്നെ ഏറ്റവും കാശുകാരനായിട്ട് ക്രിസ് എന്ന് പറഞ്ഞൊരു യുവാവും തമ്മിലുള്ള വിവാഹമായിരുന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം മെരീസയുടെ ലൈഫാണെങ്കിൽ വളരെ ഹാപ്പിയോടെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവളുടെ ഹസ്ബൻഡായിട്ടുള്ള ക്രിസ് ആണെങ്കിൽ ഇപ്പോൾ ആ സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ അറ്റോർണി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇവൾക്കായിരുന്നു ഇനിയുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ ഇവൾക്കൊരു വലിയൊരു സോങ് റൈറ്ററും അതുപോലെ തന്നെ ഒരു സിംഗറും ആകണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ അവിടെ തന്നെയുള്ള ചെറിയ കഫേയിലൊക്കെ പോയി പാട്ട് പാടുമായിരുന്നു. എന്നേലും ഒരു ദിവസം ഇവൾക്ക് വലിയൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഇതെല്ലാം. അങ്ങനെ ജീവിതം വളരെ സന്തോഷത്തിലായിരുന്നെങ്കിലും ഇവൾക്കാണെങ്കിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നത് വെച്ചാൽ ഇവൾ 29 വയസ്സായിട്ട് ഇവൾക്ക് ലൈഫിൽ ഒരു സക്സസ് കണ്ടെത്താൻ പറ്റാത്തതിൻ്റെയായിരുന്നു. ഒരു ദിവസം ഇവളാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ ചെല്ലുമ്പം അവിടെ അവളുടെ അമ്മായിയമ്മ നിൽപ്പുണ്ടായിരുന്നു. അവളുടെ അമ്മായിയമ്മയാണെങ്കിൽ കിട്ടുന്ന അവസരത്തിലെല്ലാം ഇവളെ കുറ്റം പറയുമായിരുന്നു. 29 വയസ്സായിട്ട് ഒരു സക്സസ് ആകാത്തതിനെ പറ്റി പറഞ്ഞു. പക്ഷേ മെറീസി ആണെങ്കിൽ അവളുടെ അമ്മായിയമ്മയുടെ ഈ വാക്കുകളൊന്നും വലുതായിട്ട് മൈൻഡ് ആക്കുന്നില്ലായിരുന്നു. അവളാണെങ്കിൽ നേരെ ഒരു പാർക്കിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് അടുത്ത പാട്ടിൻ്റെ വരികൾ എഴുതിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞാണ് അവളാണെങ്കിൽ ഒരു സിംഗിങ് കോമ്പറ്റീഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അവൾക്ക് തന്നെ അറിയായിരുന്നു അതിലൊന്നും ജയിക്കാൻ പറ്റത്തില്ലെന്ന്. എന്നാൽ പോലും ഒരു കോൺഫിഡൻസ് വെച്ച് അവൾ അപ്ലൈ ചെയ്യും. അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇവൾക്കാണെങ്കിൽ പതിയെ ബോറടിച്ച് തുടങ്ങും. അങ്ങനെ അവളാണെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ വേണ്ടി പതിയെ ഒരു വീഡിയോ കാണാൻ വേണ്ടി തീരുമാനിക്കും. അപ്പോൾ അവൾ കാണുന്ന വീഡിയോ എന്ന് വെച്ചാൽ റൂമിൽ കയറിയായിരുന്നു കാണുന്ന ഒരു ഹൈസ്കൂൾ യൂണിഫോം ഇട്ട പെണ്ണിനെയാണെങ്കിൽ വേറൊരുത്തൻ തല്ലിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആയിരുന്നു. അന്നേരമാണ് അതുവഴി സ്ലൈഡ് എന്ന് പറഞ്ഞ ഒരുത്തൻ വരുന്നത്. അവൻ നോക്കുമ്പോഴത്തേക്കിനും മെറീസയാണ് ഇരുന്ന് അഡൽറ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനാണ് ഇത് കാണുമ്പോൾ ചിരി വരും. പെട്ടെന്നാണ് അവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നതും മരീസ തിരിഞ്ഞു നോക്കുന്നതും. അവൾക്കിത് കാണുമ്പോൾ പെട്ടെന്ന് ചമ്മൽ തോന്നും. പക്ഷേ ഇവനൊന്നും കാര്യമാക്കത്തില്ല. ഇവനാണ് കണ്ണൊന്ന് ഇറുക്കി കാണിച്ചിട്ടങ്ങ് പോകും. അവളാണെങ്കിൽ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ചമ്മി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. അങ്ങനെ മരീസയാണെങ്കിൽ ഹസ്ബൻഡിനെ നിന്ന് ഡിന്നറിന് എന്താ വേണ്ടെന്നൊക്കെ ചോദിച്ച് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ആ പാർക്കിൽ കൂടെ നടക്കും. അന്നേരമാണ് ഇതേ പാർക്കിൽ തന്നെ രണ്ടുപേര് വെള്ളം അടിച്ചിട്ടിരുന്ന് അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരാൾ പോയി കഴിയുമ്പോൾ മറ്റവനാണെങ്കിൽ മെറീസ വരുന്നത് കാണും. ഉടനെ തന്നെ അവൻ മെറീസയുടെ അടുത്തേക്ക് എന്നിട്ട് ഒരു ഡ്രിങ്കിന് ക്ഷണിക്കും. അത് കഴിഞ്ഞ് അവൻ്റെ കൂടെ കുറേ ഹാങ് ഔട്ടിന് വിളിക്കും. പക്ഷെ അവളാണെങ്കിൽ റിഫ്യൂസ് ചെയ്ത് മാറാൻ നേരത്തെ ഇവനാണെങ്കിൽ അവളെ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങും. അന്നേരമാണ് സ്ലൈഡ് അങ്ങോട്ട് വന്ന് അവനെ ഭീഷണിപ്പെടുത്തുന്നത് ഇവളുടെ അടുത്തൊന്ന് പോകണമെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കിനും ഇവൻ്റെ കൂടെയുള്ള കൂട്ടുകാരൻ വന്ന് അവനെ വലിച്ചുകൊണ്ടങ്ങ് പോകും. അത് കഴിഞ്ഞ് സ്ലൈഡ് മെറീസയോട് പറയും ഈ സമയത്ത് പെണ്ണുങ്ങളൊന്നും ഈ പാർക്കിൽ കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കില്ലെന്ന് പറയും. അതുപോലെ തന്നെ അവൾക്ക് ഇതുപോലെ അഡൽറ്റ് വീഡിയോ കാണണമെങ്കിൽ ഇതിലും നല്ല സ്ഥലമൊക്കെ ഉണ്ട്, അതിനുവേണ്ടി ഇവനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോൺ മേടിച്ചിട്ട് അവൻ്റെ നമ്പർ അവൾക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് അവളോട് പറയും അവൾക്ക് ആ വീഡിയോയിലെ പോലെ ആകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ അവളില്ലെന്ന് തലയാട്ടുമ്പോഴത്തേക്കിന് ഇവൻ പറയും എന്തൊക്കെയാണെങ്കിലും ഇവൾക്ക് നല്ലൊരു എൻജോയ്മെൻറ്റ് കിട്ടണമെങ്കിൽ കോർപ്പറൽ ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബിലേക്ക് വന്നാൽ മതി. അവിടെ ഇവൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന മൊമെൻറ്റ്സ് ഒക്കെ കിട്ടുമെന്ന് പറയും. അന്ന് രാത്രിയാണെങ്കിൽ മെറീസ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കിനും അവളാണ് സ്വപ്നം കാണും. സ്ലൈഡാണെങ്കിൽ ഇവളെ എടുത്തുകൊണ്ട് പോകുന്നതും അതുപോലെ ഇവളെ തല്ലി ഇവൾക്ക് ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ. അന്നേരമാണ് ക്രിസ് അങ്ങോട്ട് കയറി വരുന്നത്. ക്രിസ് ഓർക്കും അവൻ്റെ ഭാര്യയാണെങ്കിൽ അവനെപ്പറ്റി ഓർത്താൽ ഇങ്ങനെ വീർത്ത് കിടക്കുന്നതെന്ന് ഓർത്ത് അവർ തമ്മിൽ കുറേ നേരം റൊമാൻറ്റിക്കായിട്ട് മൂഡാകും. അത് കഴിഞ്ഞ് മെറീസയാണെങ്കിൽ അവൻ ഇവളെ തല്ലാൻ വേണ്ടി കുറേ ഹിൻ്റൊക്കെ കൊടുക്കും. പക്ഷേ അവനാണ് ഇതൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അവൻ വീണ്ടും നോർമലായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള റൊമാൻസ് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണെങ്കിൽ മെറീസയാണെങ്കിൽ സ്ലൈഡിനെ ഒന്ന് വിളിക്കാൻ നോക്കും. പക്ഷേ പതിയെ ബെല്ലടിക്കുമ്പോൾ തന്നെ അവളാണെങ്കിൽ കട്ടാക്കും. അത് കഴിഞ്ഞ് അവളാണെങ്കിൽ മുഴുവൻ കോൺഫിഡൻസ് എടുത്ത് സ്ലൈഡിനെ ഒന്നുകൂടെ വിളിക്കും. പക്ഷേ പെട്ടെന്ന് അപ്പുറത്തുനിന്ന് അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവൾ വീണ്ടും പേടിച്ച് കട്ടാക്കും. അപ്പോൾ തന്നെ സ്ലൈഡിന് ഏറെക്കുറെ കാര്യം പിടികിട്ടും. അവൾക്ക് പതിയെ ഇവൻ പറഞ്ഞ കാര്യത്തിലേക്ക് താല്പര്യം തോന്നി തുടങ്ങിയെന്നൊക്കെ. പക്ഷേ സ്ലൈഡാണെങ്കിൽ ഇപ്പോൾ തിരക്കിലായിരുന്നു. അവനാണ് അവൻ്റെ കൊച്ചിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീടാണ് മെറീസയാണെങ്കിൽ കോർപ്പറേറ്റ് ക്ലബിനെ പറ്റിയൊക്കെ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരമാണ് ക്രിസ് അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് വലിയൊരു സന്തോഷ വാർത്ത പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഉടനെ തന്നെ ഈ സ്റ്റേറ്റിൻ്റെ ഡിസ്ട്രിക്ട് അറ്റോർണിയായിട്ട് മാറാൻ പറ്റുമെന്നായിരുന്നു. അതുപോലെ തന്നെ ഇനി ഇവൻ ഏറ്റവും അത്യാവശ്യം ഫാമിലിയാണ്. ഫാമിലി ഉണ്ടെങ്കിൽ ആളുകളുടെ ഒരുപാട് സപ്പോർട്ട് എക്സ്ട്രാ കിട്ടുമെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവർക്കുടനെ ഒരു കുട്ടി വേണമെന്നുള്ള ആശയം ക്രിസ് ഉന്നയിക്കും. പക്ഷേ മെറീസയാണെങ്കിൽ അതിനൊന്നും തയ്യാറല്ലായിരുന്നു. അവൾ പറയും അവൾക്ക് മ്യൂസിക് കരിയർ ഉണ്ട്, അതിലൊരു സക്സസ് ആകുന്നിടം വരെ ഒരു അമ്മയാകാൻ പറ്റത്തില്ലെന്നൊക്കെ പറയും. അന്നേരം ക്രിസ് പറയും ഇവളുടെ ഗോളും നോക്കി ജീവിതകാലം ഫുള്ളി ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ച് കുറേ വഴക്കൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഈ അടിപിടിയുടെയൊക്കെ ദേഷ്യത്തിലാണെങ്കിൽ അവൾ അന്ന് ഏതായാലും കോർപ്പറേറ്റ് ക്ലബ്ബിൽ പോയേക്കാന്നോർത്ത് അങ്ങോട്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒലീവിയ എന്നൊരു സ്ത്രീയെ കാണും. അവരാണെങ്കിൽ മരീസേനെ അകത്തോട്ട് ശരിയും. പക്ഷേ ഇവൾക്കാണെങ്കിൽ പേടിച്ച് നിൽക്കുമായിരുന്നു. അന്നേരമാണ് അങ്ങോട്ട് സ്ലൈഡ് വരുന്നത്. സ്ലൈഡ് വന്ന ശേഷമാണെങ്കിൽ അവൾക്ക് കുറേ കോൺഫിഡൻസ് ഒക്കെ കൊടുക്കും. എന്നിട്ട് അവളോട് പറയുക ഒന്നും പേടിക്കേണ്ട, ഇവൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവൾ സേഫാന്ന് പറഞ്ഞ് പതി അകത്തേക്ക് കയറ്റാൻ ശ്രമിക്കും. പെട്ടെന്നാണ് മരീസനെ ക്രിസ് വിളിക്കുന്നത്. അപ്പോൾ അവൾ ഫോൺ എടുക്കുമ്പോൾ ക്രിസ്സാണ് ഇന്ന് രാവിലെ നടന്ന അടിപിടിയൊക്കെ പറ്റി ക്ഷമ ചോദിക്കും അവളോട്. അങ്ങനെ ഇവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ലൈഡ് പറയുക കഥ തുറക്കും. അന്നേരമാണ് അവൾ നോക്കുമ്പോഴത്തേക്കിനും അകത്തുനിന്ന് ഒരുപാട് പെണ്ണുങ്ങളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും അവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിയാവും. അങ്ങനെ ഇവളാണെങ്കിൽ അപ്പം തന്നെ അവിടെ നിന്ന് സ്ഥലം വിടും. അങ്ങനെ അന്ന് രാത്രി അവൾ വീണ്ടും പാട്ട് പാടാൻ വേണ്ടി കഫലേക്ക് പോകും. അങ്ങനെ അവളുടെ ഇന്നത്തെ പെർഫോമൻസിനാണെങ്കിൽ ഒരുപാട് കയ്യടികൾ കിട്ടും. കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നു ഇന്നത്തെ പെർഫോമൻസ്. അതെല്ലാം കഴിഞ്ഞ് അവളുടെ സിസ്റ്ററുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവളുടെ സിസ്റ്റർ ഇവളോട് പറയും 29 വയസ്സായിട്ട് ഒരു കുട്ടി ഇല്ലാത്തതിനെ പറ്റിയൊക്കെ. ഉടനെ തന്നെ ഒരു കുട്ടിയൊക്കെ ആയിട്ട് ഒരു ഫാമിലി തുടങ്ങണമെന്ന് പറയും. പക്ഷേ ഇവൾക്കാണ് അതിന് താല്പര്യമില്ല. ഇവൾ വീണ്ടും തർക്കിച്ചുകൊണ്ടിരിക്കും. ഇവൾക്ക് ഇവളുടെ മ്യൂസിക് കരിയർ ഉണ്ട്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നൊക്കെ. അന്നേരമാണ് ഇവൾ നോക്കുമ്പോൾ അതേ കഫേ തന്നെ സ്ലൈഡ് നിൽപ്പുണ്ടായിരുന്നു. സ്ലൈഡ് പതി ഇവളെ കൈയൊക്കെ പോയി കാണിക്കും.
അപ്പോൾ ഇവളുടെ ശ്രദ്ധ പതി അങ്ങോട്ട് പോകും. അന്നേരമാണ് സ്ലൈഡ് അങ്ങോട്ട് വന്ന് അവളെ പതിയെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകുന്നത്. ഇവൾക്കാണെങ്കിൽ പെട്ടെന്ന് വേറെ എന്തൊക്കെ ഫീൽ പോലെ തോന്നും. അങ്ങനെ ഇവളാണെങ്കിൽ അന്നേരം ഇവളുടെ സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. പിന്നീട് ഇവളെ വീട്ടിൽ വരുമ്പോഴാണ് സ്ലൈഡ് ഇവളെ വിളിച്ച് വീണ്ടും കോർപ്പറേറ്റ് ക്ലബ്ബിലേക്ക് ക്ഷണിക്കുന്നത്. ഇവളാണെങ്കിൽ ആ ക്ഷണമൊക്കെ ആദ്യം റിജക്റ്റ് ചെയ്യും. പക്ഷേ അവൻ കുറേ പ്രാവശ്യം നിർബന്ധിച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ അവൾ അത് അക്സെപ്റ്റ് ചെയ്യും. പിന്നീട് അവളാണെങ്കിൽ ആ കോർപ്പറേറ്റ് ക്ലബ്ബിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴത്തേനും അവളാണ് വെഡ്ഡിംഗ് റിംഗ് ഊരി ഒളിപ്പിച്ച് വെക്കും. അത് കഴിഞ്ഞായിരുന്നു അതിൻ്റെ അകത്ത് കയറുന്നത്. അങ്ങനെ അവൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഒലീവ് വന്ന് അവളെ സ്വാഗതം ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ ഒലീവ് ഈ കോർപ്പറേറ്റ് ക്ലബ്ബിനെ പറ്റി പറയും. ഈ കോർപ്പറേറ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത് നൈറ്റ് ക്ലബ്ബാണെന്നും അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ആളുകൾക്ക് അവരുടെ യഥാർത്ഥ മുഖം കാണിക്കാമെന്നും ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള സെക്ഷൽ ഡിസയർസും സെക്ഷൽ ഫാൻറ്റസീസും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് തീർക്കാൻ പറ്റും. കാരണം അതല്ല യഥാർത്ഥ സൊസൈറ്റിനെ അവർ മറച്ചു വെച്ചേക്കുമായിരിക്കും. അങ്ങനെ ഈ ക്ലബ്ബിലാണ് ആർക്കും മുഖം മൂടി വെച്ചൊരു മുഖമില്ല. എല്ലാവർക്കും അവരുടെ യഥാർത്ഥ മുഖം വെളിയിലെടുത്ത് ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുകയെന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് മരീസയാണ് വാൾഡറി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ പരിചയപ്പെടും. അവളവിടെ വർക്ക് ചെയ്യുന്നായിരുന്നു. മരീസ് നോക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ഒരു പെണ്ണിനെ ഇങ്ങനെ പണിഷ് ചെയ്യുന്നതൊക്കെ കാണിക്കും. അത് കഴിഞ്ഞ് വാൾഡറി വന്ന് മരീസയോട് പറയും ഈ ക്ലബ്ബ് കാരണം അവൾക്ക് അവളുടെ ഹസ്ബൻഡുമായിട്ടൊക്കെ പിരിയേണ്ടി വന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ ലൈഫിനേക്കാൾ ഏറ്റവും എൻജോയ്മെൻറ്റ് ഇവിടെയൊക്കെയാണെന്ന് പറയും. അത് കഴിഞ്ഞാണ് അങ്ങോട്ട് സ്ലൈഡ് വരുന്നത്. സ്ലൈഡ് വന്ന ശേഷം മരീസയുടെ ഇംപ്രഷൻ കിട്ടാൻ വേണ്ടി അവിടെ നിന്നൊരു പെണ്ണിനെ ആ ഒരു റൂമിലേക്ക് കൊണ്ടു. അതിന് ശേഷം മരീസയുടെ മുമ്പ് വെച്ച് തന്നെ സ്ലൈഡ് ആണെങ്കിൽ ആ പെണ്ണിനെ പണിഷ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും മരീസയുടെ മൂടെല്ലാം പതിയെ മാറി വരും. പെട്ടെന്നാണ് മരീസ ആണെങ്കിൽ പെട്ടെന്ന് ആ ക്ലബ്ബിൽ നിന്ന് അങ്ങ് ഇറങ്ങി ഓടുന്നത്. പിന്നീട് വീട്ടിൽ ചെന്ന ശേഷമാണെങ്കിൽ മരീസ ക്രിസുമായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ട് ഇടപെടും. മരീസ ആണെങ്കിൽ ക്രിസ് ഇവളെ പണിഷ് ചെയ്യാൻ വേണ്ടി ഓരോ ഹിൻ്റൊക്കെ കാണിച്ചു കൊടുക്കും. പക്ഷേ അവൻ്റെ ഇതൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അങ്ങനെ അവളാണ് വീണ്ടും വിഷമത്തിലായി പോകും. പിന്നീട് ഒരു ദിവസമാണ് അവൾ പാട്ട് പാടുന്ന സ്ഥലത്ത് അവൾ നോക്കുമ്പോഴത്തേന് സ്ലൈഡ് വന്നിരിക്കുന്നത് കാണുന്നത്. സ്ലൈഡാണ് എല്ലാ ദിവസവും കഫേ വരാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ സ്ലൈഡിന് ബാക്കി പെണ്ണുങ്ങളോടൊന്നും ഇല്ലാത്ത സ്പെഷ്യൽ അട്രാക്ഷൻ മരീസയോട് തോന്നുന്നത് ഒലിവിയാണെങ്കിൽ കാണും. ഇത് കാണുമ്പോഴത്തേക്കിന് ഒലിവിക്ക് ഭയങ്കര അസൂയയാവും. പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒലിവിയാണെങ്കിൽ ക്ലബ്ബിൽ ചെന്നിട്ട് വാലറിയോട് അവളെ തല്ലാൻ പറയുന്നായിരുന്നു. അങ്ങനെ ഇവളാണെങ്കിൽ അന്നത്തെ ദിവസം ഒരു ഫ്രസ്ട്രേഷനല്ല ഈ വാലറി പണിഷ് ചെയ്യുന്നതിൽ കൂടെ തീർക്കും. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന മരീസനെ കുളിക്കുന്നതിൻ്റെ സ്ലൈഡിനെ പറ്റി ചിന്തിച്ച് അവൾ സ്വയം പ്ലഷറൊക്കെ കണ്ടെത്തും. ഇതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രിയാണെങ്കിൽ സ്ലൈഡ് ആണെങ്കിൽ മരീസനെ വിളിച്ചിട്ട് ഈ ഞായറാഴ്ച ക്ലബ്ബിലേക്ക് വാ, അന്ന് അവിടെ വരുന്ന എല്ലാ പെണ്ണുങ്ങളും സ്കൂൾ കുട്ടികളെ ഡ്രസ്സ് വിട്ടാണ് വരുന്നത്, ഇവളും അങ്ങനെ വരാൻ പറയും. പക്ഷേ ഇവൾക്കാണെങ്കിൽ അവനെ കംപ്ലീറ്റ് ആയിട്ട് വിശ്വാസമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഇവൾ പറയും ഇവൾ വേണമെങ്കിൽ സാറ്റർഡേ വരാമെന്ന് പറയും. അങ്ങനെ അന്നത്തെ ആ ശനിയാഴ്ച ദിവസമായിരുന്നെങ്കിൽ ഇവളുടെ ഹസ്ബൻഡിൻ്റെ മൂത്ത പെങ്ങളാണെങ്കിൽ ഗർഭിണിയായതിൻ്റെ ആഘോഷമായിരുന്നു. മരീസയാണെങ്കിൽ അവൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കും. അവൾക്ക് ഭയങ്കര സന്തോഷമായെങ്കിലും അവളുടെ അമ്മയ്ക്ക് അത്ര സന്തോഷമില്ലായിരുന്നു. അതായത് മെരീസയുടെ അമ്മായിയമ്മയാണെങ്കിൽ വീണ്ടും മെരീസനെ എന്നത്തെ പോലെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷേ മെരീസയുടെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും ഇളയ അനിയത്തിയാണെങ്കിൽ മെരീസനെ നല്ല സപ്പോർട്ടായിരുന്നു. ഈ അമ്മായിയമ്മ ഇവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾ കയറി ഇടപെട്ടിട്ട് മെരീസനെ സപ്പോർട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാണ് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും അവളുടെ അമ്മായിയമ്മയാണ് അവിടെ വന്ന റിലേറ്റീവിനെ എല്ലാം വിളിച്ച് ചേർത്ത് ഒരു ഗെയിം കളിക്കുന്നത്. എല്ലാവരുടെയും കയ്യിലാണെങ്കിൽ ഒരു പൂവിൻ്റെ പടമുള്ള പേപ്പർ കൊടുക്കും. എന്നിട്ട് പറയാം ആ കറക്റ്റാಗಿ കിട്ടിയ പേപ്പറിലെ പൂ കണ്ടുപിടിച്ച് കൊണ്ടുവന്നാൽ അതിലാദ്യം കൊണ്ടുവന്നവർക്ക് $50 സമ്മാനമായിട്ട് കിട്ടുമെന്ന് പറയും. അങ്ങനെ എല്ലാവരും മത്സരിക്കാനൊക്കെ ഇറങ്ങും. പക്ഷേ മെരീസയ്ക്കാണെങ്കിൽ ഇതൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അവളാണിങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്ത പോലെയൊക്കെ നിൽക്കും. അന്നേരമാണ് ഇവൾ കാണുന്നത് മെരീസയുടെ അമ്മായിയമ്മയാണെങ്കിൽ ഏറ്റവും ചെറിയ അനിയത്തിയോട് ചൂടാകുന്നത്. അവളുടെ സ്വഭാവം ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അന്നേരമാണ് മെരീസയ്ക്ക് മനസ്സിലാകുന്നത് അവൾ എന്ത് കാണിച്ചാലും ഈ അമ്മായിയമ്മയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഇവളിനി നാളെ കരിയർ സക്സസ് ആയാലും ഇതേ കുറ്റപ്പെടുത്തലൊക്കെ തന്നെ കാണുന്നു. അതുകൊണ്ട് ഏതായാലും അവൾ ഇന്ന് ആ ക്ലബ്ബിലേക്ക് പോകാൻ തന്നെ അങ്ങ് തീരുമാനിക്കും. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവളാണെങ്കിൽ സ്കൂൾ സ്റ്റുഡൻറ്റ് ഡ്രസ്സുമായിട്ട് ആ ക്ലബ്ബിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അവൾക്കാണെങ്കിൽ ചെറിയ പേടിയുണ്ടായിരുന്നു. അന്നേരമാണ് സ്ലൈഡ് അങ്ങോട്ട് വന്നിട്ട് അവളെ ആണെങ്കിൽ ഒരു റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഒലിവിയാണെങ്കിലും അസൂയയോടെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പതിയെ സ്ലൈഡ് ആണെങ്കിലും കർട്ടനെല്ലാം അടയ്ക്കും. അതിനുശേഷം പോയിട്ട് മെരീസയുടെ സ്കർട്ട് പതിയെ പൊക്കിയിട്ട് അവളെ പണിഷ് ചെയ്തുകൊണ്ടിരിക്കും. അവൾക്കാണെങ്കിൽ അങ്ങനെ വേദനയും പ്ലഷറും എല്ലാം കിട്ടും. വീട്ടിൽ വന്ന ശേഷം മരീസയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആണെങ്കിൽ അവളുടെ ബോഡിയിലെ പാടെല്ലാം ഇങ്ങനെ നോക്കും. വൈകുന്നേരം അവളാണെങ്കിൽ ഒരു സിംഗിങ് കോമ്പറ്റീഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് അവളുടെ ഹസ്ബൻഡ് മെസ്സേജ് അയക്കുന്നത്. പക്ഷേ ഇവളാണെങ്കിൽ അതെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കും, മൈൻഡ് ആക്കാതെ തന്നെ ഇരിക്കും. ഇച്ചിരി കഴിയുമ്പോൾ സ്ലൈഡ് ഒരു ചെറിയ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ ഇവൾ കറക്റ്റ് റിപ്ലൈ കൊടുക്കും. ഇത്രയും നല്ലൊരു ഈവനിങ്ങിന് തന്നതിനൊക്കെ അവനോട് താങ്ക്സും പറയും. കഴിഞ്ഞാൽ നമ്മളെ കാണിക്കുന്ന ഒലിവിയാണ് അവരുടെ മകൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് നമ്മൾ വലിയൊരു ടെസ്റ്റ് കാണിക്കുന്നത്. ഒലിവിയാണെങ്കിൽ സ്ലൈഡിൻ്റെ എക്സ് വൈഫായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഒലിവിക്ക് ഇപ്പോഴും സ്ലൈഡിനോട് ഇഷ്ടമാണെന്നും. സമയം ക്രിസ് ബിസിനസ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ച് വന്നിട്ട് മരീസയുടെ ഫോൺ എടുക്കാത്തതിൻ്റെ കാരണം ചോദിക്കും. അന്നേരമാണ് പെട്ടെന്ന് മെരീസയാണെങ്കിൽ അവളുടെ ഡിസൈറിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്നത്. പക്ഷേ ക്രിസ് ആണെങ്കിൽ തെറ്റിദ്ധരിക്കും. ക്രിസ് അവർക്ക് ഇവളുടെ മ്യൂസിക്കിനെ പറ്റിയാണ് പറയുന്നതെന്ന് ഓർക്കും. അങ്ങനെ ക്രിസ് മെരീസയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും ഇവളുടെ മ്യൂസിക് കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി അവൻ എത്ര വേണേലും ഹെൽപ്പ് ചെയ്യാം, ഇനി അവൻ ഡിസ്ട്രിക്ട് അറ്റോർണി ആയിക്കഴിഞ്ഞാൽ ഇവൾക്ക് പെട്ടെന്ന് സക്സസ് ആകാമെന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇവളെ ശരിക്കും ഡിസൈറിന് ഉദ്ദേശിച്ച് വന്നതെന്ന് വെച്ചാൽ ഇവളുടെ സെക്ഷൽ കാര്യങ്ങളായിരുന്നു. പക്ഷേ അവനാണെങ്കിൽ അത് വേറൊരു രീതിയിലായിരുന്നു മനസ്സിലാക്കിയത്. അങ്ങനെ ഇത് പറഞ്ഞ ശേഷം ക്രിസ്സാണ് വീണ്ടും മെരീസയോട് ചോദിക്കും തലേദിവസം രാത്രി എവിടെയായിരുന്നു, എന്തുകൊണ്ടാണ് ഫോണൊക്കെ എടുക്കായിരുന്നെന്ന്. ഉടനെ മെരീസയാണെങ്കിൽ കള്ളം പറയും അവളാണെങ്കിൽ അവളെ സിസ്റ്ററിൻ്റെ കൂടെ ഡിന്നർ കഴിക്കാൻ പോയേക്കുമായിരുന്നു. അതേസമയം ഒലിവിയുടെ അടുത്താണെങ്കിൽ സ്ലൈഡ് ആണെങ്കിൽ പിള്ളേരെ വിളിക്കാൻ വേണ്ടി വരും. അന്നേരമാണ് ഒലിവിയാണെങ്കിൽ സ്ലൈഡിനോട് മെരീസയുടെ അടുത്ത് ഒന്ന് ഇച്ചിരി മാറി നിൽക്കണമെന്നൊക്കെ പറയുന്നത്. കാരണം മെരീസയുമായിട്ട് ഇവനാണെങ്കിൽ ബാക്കിയുള്ള പെണ്ണുങ്ങളെ പോലെയല്ല ഒരു പ്രത്യേക കെയർ കാണിക്കുന്നുണ്ടെന്നൊക്കെ പറയും.
പക്ഷേ സ്ലൈഡ് പറയും ഇവനെല്ലാവരും ഒരുപോലെ ജെനുവിനായിട്ടൊക്കെയാണ് കാണുന്നതെന്ന് പറയും. അതാണ് ഒലിവിയ പറയുന്നത് മെരിസയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അവിടുത്തെ ഡിസ്ട്രിക്ട് അറ്റോർണിയാണ്, എങ്ങാണോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ബിസിനസ് എല്ലാം പൂട്ടുമെന്ന് പറയും. പക്ഷേ ഇവൻ അന്നേരം ദേഷ്യം വരും. ഇവനാണെങ്കിൽ അവളോട് ചൂടായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ മെറിസിനായിരുന്നു. മെറിസിയാണ് സിസ്റ്ററിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. തലേദിവസം സിസ്റ്ററിൻ്റെ കൂടെ ആയിരുന്നു ഡിന്നറിനൊക്കെ ക്രിസ്റ്റിനോട് കള്ളം പറഞ്ഞതിനെ പറ്റിയൊക്കെ. അന്നേരം സിസ്റ്റർ ചോദിക്കും ശരിക്കും ഇപ്പോൾ ഇവിടെ ആയിരുന്നെന്ന് ചോദിക്കും. അന്നേരം മെറിസ് പറയും ഇവൾക്കതിപ്പോൾ പറയാനൊന്നും താല്പര്യമില്ലെന്ന് പറയും. അങ്ങനെ പിന്നീട് വീട്ടിൽ വന്ന ശേഷം മരീസ് ആണെങ്കിൽ അവളുടെ ഡിസയറൊക്കെ ഇനി മാറ്റി വെക്കാൻ തീരുമാനിക്കും. ആദ്യം തന്നെ ആ സ്കൂൾ ഗേളിൻ്റെ ഡ്രസ്സാണ് അവൾ ഒളിപ്പിക്കും. പിന്നീടാണെങ്കിൽ വൈകുന്നേരം ഒരു സ്ലൈഡിൻ്റെ മെസ്സേജിൽ നിന്ന് റിപ്ലൈയും കൊടുക്കാതിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ക്രിസ് ആണെങ്കിൽ ഡിസ്ട്രിക്ട് അറ്റോർണി ആയിട്ട് മാറുന്ന അന്നത്തെ ആ ദിവസം വന്നു. അങ്ങനെ ക്രിസ് ആണെങ്കിൽ അവൻ്റെ ഫാമിലിയുടെ കൂടെ ആണെങ്കിൽ പത്രസമ്മേളനം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവനെ പ്രസംഗിക്കുന്നിടത്തേക്കാണ് പതിയെ ഒലിവിയ കയറി വരുന്നത്. അങ്ങനെ ഒലിവിയ ആണെങ്കിൽ മെരിസയുടെ ഫോണിലേക്ക് സ്ലൈഡ് അവളെ തല്ലുന്ന വീഡിയോ അയക്കും. ഇത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മെരിസ വിറച്ചു പോകും. പക്ഷെ അവളാണെങ്കിൽ എക്സ്പ്രഷൻ ഒന്നും വെളി കാണിക്കാതിരിക്കും. അന്നേരമാണ് ഒലിവിയ ആണെങ്കിൽ നിർത്താതെ അവൾക്ക് മെസ്സേജ് അയച്ച് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് ഒലിവിയ അവളോട് പറയും ബാത്റൂമിൽ വന്ന് മീറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ അവിടെ വെച്ചാണെങ്കിൽ ഒലിവിയ ആണെങ്കിൽ മെരീസിനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കും. മെരീസ സ്ലൈഡുമായിട്ടുള്ള ലൈഫാണെങ്കിൽ ഇനി തൊട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇവളുടെ യഥാർത്ഥ മുഖം ഈ നാട് ഫുൾ അറിയിക്കുമെന്ന് പറയും. അന്നേരം മെരീസ പറയും അതൊറ്റ ദിവസത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതല്ലാതെ ഇവർ തമ്മിൽ അതിൻ്റെ അപ്പുറം റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലെന്ന് പറയും. പക്ഷേ ഇതൊന്നും ഒലിവിയ വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. ഒലിവിയ ഉടനെ തന്നെ ഇവളോട് പറയും ഇനി തൊട്ട് ആ ക്ലബ്ബിലേക്ക് വരുമ്പോൾ ഇവള് പറയുന്ന പോലെ ഇവളുടെ കണ്ടീഷൻ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കണമെന്ന് പറയും. പക്ഷേ മരീസ അതൊന്നും അനുസരിക്കാൻ തയ്യാറല്ലായിരുന്നു. അവളാണെങ്കിൽ അതിനൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങും. അന്നേരമാണ് ഒലിവിയ ആണെങ്കിൽ വീണ്ടും അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. അങ്ങനെ ഏറ്റവും അവസാനം വേറെ വഴിയില്ലാതെ മരീസ ആണെങ്കിൽ ഒലിവിയ പറയുന്ന കാര്യങ്ങളെല്ലാം സമ്മതിക്കും. അന്നേരമാണ് ഒലിവിയ ആണെങ്കിൽ മരീസിനെ കിസ് അടിച്ച ശേഷം ഇനി തൊട്ട് ശനിയാഴ്ചകളിൽ വന്നോ അത് ഇവള് പറയുന്ന സമയത്ത് തന്നെ വരണമെന്ന് പറയുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞാണെങ്കിൽ മരീസ ആണെങ്കിൽ ആ പ്രസ് കോൺഫറൻസ് നടക്കുന്നിടത്തേക്ക് ചെല്ലും. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ക്രിസിൻ്റെ കൂടെ നിന്ന് ആ പ്രസ്സുകാർക്കെല്ലാം പോസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അവളാണെങ്കിൽ ഉള്ളിലെല്ലാം ഭയം വെച്ചോണ്ട് പുറമെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും ഈ സിനിമ അവിടെ അവസാനിക്കും.